നമസ്കാരം, ദിയാസ് കിച്ചൻ റൂമിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഉണക്കച്ചെമ്മീൻ കൊണ്ടുള്ളൊരു റെസിപ്പിയാണ്. ഉണക്കച്ചെമ്മീൻ വെച്ചിട്ട് നമുക്ക് ഒത്തിരി റെസിപ്പീസ് തയ്യാറാക്കാം. ഇന്നത്തെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഉണക്കച്ചെമ്മീൻ ഫ്രൈ ആണ്. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. എങ്ങനെ തയ്യാറാക്കാൻ കണ്ടു നോക്കാം. അതിനായി കുറച്ച് ഉണക്കച്ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ഇത് അറൗണ്ട് ഒരു 100 ഗ്രാം ഉണക്കച്ചെമ്മീൻ ഉണ്ടാകും. ഇപ്പോൾ കുറച്ച് ചെറുതായതുകൊണ്ട് തന്നെ ഇതിൻ്റെ തലഭാഗം എടുത്ത് മാറ്റുന്നില്ല. കുറച്ച് വലുതാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ തലഭാഗം എടുത്ത് മാറ്റാം. ഇത് സാധാരണ ഉണക്കമീനൊക്കെ തയ്യാറാക്കുന്ന കണക്ക് കുറച്ച് നേരം ഒന്ന് വെള്ളത്തിയിട്ട് വയ്ക്കരുത്. ഇത് നമ്മൾ പാകം ചെയ്യുന്നതിന് തൊട്ട് മുന്നേ മാത്രം 3-4 പ്രാവശ്യം നന്നായിട്ടൊന്ന് ഒലച്ച് കഴുകിയെടുക്കുക. കാരണം ഇതിൽ ധാരാളം മണ്ണ് ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. ഇനി ഇതൊന്നും മാറ്റി വയ്ക്കാം. ഇനി അടുത്തായിട്ട് കുറച്ച് കാര്യങ്ങളും കൂടി ആവശ്യമായിട്ടുണ്ട്. അതായത് ചെറിയുള്ളി മസ്റ്റാണ്. ഒരു പിടി ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ഒരു 15 മുതൽ 20 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. എരിവിന് വേണ്ടിയിട്ട് വറ്റൽമുളക്, കുറച്ച് അധികം വെളുത്തുള്ളി. ഇതിൽ ഇഞ്ചി ചേർക്കില്ല, വെളുത്തുള്ളിയാണ് കൂടുതലായിട്ട് ചേർക്കുന്നത്. പിന്നെ കുറച്ച് കരിവേപ്പില. ഇനി ഇത് ഒന്നുകിൽ ഇടികല്ലിൽ വെച്ചിട്ടൊന്ന് ചതച്ചെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ജാറിട്ടൊന്ന് പൾസ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് പൾസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എടുത്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇതിൽ വറ്റൽമുളക് ഞാനൊരു 7 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കുറച്ച് സ്പൈസി ആയിട്ടുണ്ട്. ഇനി ഒന്നുകിൽ ഈ സമയത്ത് നമുക്ക് ചേർക്കാം, അല്ലാന്നുണ്ടെങ്കിൽ വറ്റൽമുളക് ചതച്ചതുണ്ടെങ്കിൽ ലാസ്റ്റ് ചേർത്താൽ മതിയാകും. ഇനി ഇത് ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുത്തിട്ട് വരാം. അങ്ങനെ ഒന്ന് ഒതുക്കിയെടുത്ത് വന്നിട്ടുണ്ട്. അതായത് ഒന്ന് പൾസ് ചെയ്തെടുക്കുക. ഒത്തിരി അങ്ങ് അരഞ്ഞു പോകരുത്. ഇതുപോലെ ചെറിയ തരിതരിപ്പായിട്ടൊന്ന് ഒതുക്കിയെടുക്കുക. അങ്ങനെ ഇതും റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് മാറ്റി വയ്ക്കാം. അടുത്തായിട്ട് ഉണക്കച്ചെമ്മീൻ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു കടായിലോട്ട് 1.5 മുതൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക. വെളിച്ചെണ്ണ ചൂടാകുന്ന സമയത്ത് മാത്രമേ ഉണക്കച്ചെമ്മീൻ നമ്മൾ കഴുകിയെടുക്കാവൂ. കാരണം കഴുകിയെടുത്ത് കഴിഞ്ഞാൽ കുറച്ച് നേരം വച്ച് കഴിഞ്ഞാലും ഉണക്കച്ചെമ്മീൻ ഒത്തിരി അങ്ങ് കുതിർന്നങ്ങ് പോവും. അതിൻ്റെ ആവശ്യമില്ല. അത് എണ്ണ ചൂടാകുന്ന സമയം കൊണ്ട് മാത്രമേ ഉണക്കച്ചെമ്മീൻ 3-4 പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത് വരാം. അപ്പം ഞാനങ്ങനെ കഴുകിയെടുത്ത് വന്നിട്ടുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനി ചൂടായ എണ്ണയിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഉണക്കച്ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഇനി ഇത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. കാരണം ഇത് കഴുകിയോണ്ട് തന്നെ ആ ഒരു വെള്ളത്തിൻ്റെ ഈർപ്പം നന്നായിട്ടുണ്ടാവും. അപ്പോൾ വെള്ളത്തിൻ്റെ ഈർപ്പം നന്നായിട്ട് മാറി നല്ല ഡ്രൈ ആയിട്ട് കിട്ടണം. ഇവിടെ ഇപ്പോൾ ആദ്യമേ എണ്ണ ഒഴിച്ചതിന് ശേഷമാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ എണ്ണ ഒഴിക്കാതെ ഡ്രൈ റോസ്റ്റ് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഉണക്കച്ചെമ്മീൻ്റെ കളറൊക്കെ മാറി ഒരു ഗോൾഡൻ കളറായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് എത്തണം. ഇത് കഴുകിയെടുത്തപ്പോൾ വെള്ളത്തിൻ്റെ ഈർപ്പം ധാരാളം ഉള്ളതുകൊണ്ട് തന്നെ ഇത് ഈ ഒരു സ്റ്റേജ് എത്താനായിട്ട് കുറച്ച് സമയം എടുക്കും. അതായത് ഒരു 15 മിനിറ്റെങ്കിലും കുറഞ്ഞതെടുക്കും. അപ്പോൾ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇത് നല്ല ക്രിസ്പി ആയിട്ടിരിക്കില്ല, കുറച്ച് സോഫ്റ്റ് ആയിട്ടിരിക്കും. എന്നാൽ ഇത് കുറച്ച് തണുക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ഇനി ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഒരു ബൗളിലോട്ട് മാറ്റാം. വറുത്ത ഉണക്കച്ചെമ്മീൻ ഒരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇത് ചെറുതായിട്ട് തണുക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ഈ ആ സെയിം കടായിലോട്ട് തന്നെ കുറച്ചും കൂടി എണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ ചതച്ച് വെച്ചേക്കുന്നത് ചേർത്ത് കൊടുക്കുക. എണ്ണ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇത് ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അതായത് ഇതിൻ്റെ പച്ച ചൊവ്വയൊക്കെ മാറി ചെറുതായിട്ടൊന്ന് കളർ മാറി വരുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇത് പിന്നെ നമ്മൾ വഴറ്റുമ്പോൾ ഫ്ലെയിം കൂടി പോരുത്. കാരണം ഇതിൽ വറ്റൽമുളക് ചേർത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ മൂത്ത് പോകാനുള്ള ചാൻസസ് ഉണ്ട്. ഇത് തയ്യാറാക്കുമ്പോൾ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് സവാളയൊന്നും ചേർക്കല്ലേ, ചെറിയുള്ളി തന്നെ ചേർക്കണം. സവാള ചേർത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. പിന്നെ കുറച്ച് മടിയൊക്കെയുള്ള ദിവസങ്ങളിൽ ഉണക്കച്ചെമ്മീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫ്രൈ മാത്രം മതി ഊണ് കഴിക്കാനായിട്ട്. ഈ ഒരു ഫ്രൈ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഊണ് കഴിക്കുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടി അധികം ചോറ് കഴിക്കും കേട്ടോ. ഇതിലോട്ട് കുറച്ച് കരിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ കരിവേപ്പിലൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഉണക്കച്ചെമ്മീൻ വാങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണേ. നല്ല ബ്രാൻഡ് നോക്കി തന്നെ വാങ്ങാനായിട്ട് ശ്രമിക്കുക. ചില ബ്രാൻഡൊക്കെ വാങ്ങുമ്പോൾ ഉണ്ടല്ലോ വല്ലാത്തൊരു സ്മെല്ലാണ്. ചെറിയുള്ളിയും വെളുത്തുള്ളിയൊക്കെ മൂത്ത് ചെറുതായിട്ടൊന്ന് കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു മണവും വരുന്നുണ്ട്. അപ്പം ഇത് നന്നായിട്ടൊന്ന് മൂത്തതിന് ശേഷം മാത്രമേ നമുക്ക് മസാലകൾ ചേർക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ മസാലകൾ ചേർത്ത് കഴിഞ്ഞാൽ മസാല പെട്ടെന്ന് മൂത്ത് പോവും. ഇത് നന്നായിട്ട് മൂക്കത്തുമില്ല. അപ്പോൾ ഈ ഒരു സ്റ്റേജ് എത്തണം. അപ്പോൾ എനിക്കെടുത്ത സമയം എന്നുള്ളത് ഒരു 6 മുതൽ 8 മിനിറ്റ് എടുത്തിട്ടുണ്ട്. അപ്പം ഫ്ലെയിം കൂട്ടി വെക്കരുത്. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാനായിട്ടുള്ളത്. വഴറ്റിയെടുക്കുമ്പോൾ എണ്ണ കുറച്ച് കുറവായെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി എണ്ണ ചേർക്കണേ. നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഇതിൽ മസാലകൾ അധികം ഒന്നും ചേർക്കില്ല, മുളക് പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. ഞാൻ ചേർത്തത് കാശ്മീരി മുളക് പൊടിയാണ്. കാരണം നമ്മൾ വറ്റൽമുളക് ചേർത്തുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു എരിവുണ്ട്. അതുകൊണ്ട് തന്നെ കാശ്മീരി മുളക് പൊടി മതിയാകും. പിന്നെ നമ്മൾ നേരത്തെ ചതച്ചപ്പോൾ വറ്റൽമുളക് ചേർത്തില്ല എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചതച്ച വറ്റൽമുളക് ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. 1 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചേക്കുന്ന ഉണക്കച്ചെമ്മീനും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക.
ഉണക്ക ചെമ്മീനും ചെറിയ ഉള്ളി കൂട്ടും കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം. അതുകൊണ്ട് തന്നെ ഒരു ലോ ഫ്ലെയിമിൽ 3-4 മിനിറ്റ് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇതിൽ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല. ഉണക്കച്ചെമ്മീൻ മാത്രമല്ല കേട്ടോ, ഉണക്കമീൻ ഏതായാലും നമ്മൾ ഉപ്പ് ആദ്യമേ ചേർക്കരുത്. ചിലപ്പം ആ ഒരു ഉണക്കച്ചെമ്മീന് തന്നെ ഉപ്പിൻ്റെ അംശം ധാരാളം ഉണ്ടാകും, നമുക്കത് അറിയില്ല. അതുകൊണ്ട് തന്നെ ഈ സമയം ഒരു 1-2 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഉപ്പ് നോക്കുക. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ അതനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പിൻ്റെ കുറച്ചൊരു കുറവുണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ച് ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അങ്ങനെ നമ്മുടെ ഉണക്കച്ചെമ്മീൻ ഫ്രൈ ഏതാണ്ടായിട്ടുണ്ട്. അങ്ങനെ സ്വാദേറിയ ഉണക്കച്ചെമ്മീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഈ ഒരു വീഡിയോ കാണുമ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ പറ്റുകയാണെങ്കിൽ ലൈക്കും ഒന്ന് സബ്സ്ക്രൈബും ചെയ്യാൻ സപ്പോർട്ട് ചെയ്തേക്കണേ. നമ്മൾ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണല്ലേ, പ്രത്യേകിച്ച് ആഹാര കാര്യത്തിൽ. ഞാനിന്നിവിടെ സെർവ് ചെയ്യുന്നത് ചോറും തൈരും ഉണക്കച്ചെമ്മീനും. ഈ മൂന്നും ബെസ്റ്റ് കോമ്പിനേഷനാണേ. തൈരിന് പകരം വേണമെന്നുണ്ടെങ്കിൽ മോര് കറി ആകാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏത് കോമ്പിനേഷനാണ് ഇഷ്ടം എന്നുള്ളത് പറ്റുമെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് മെസ്സേജ് ചെയ്യണേ. ഇത് ചോറിൻ്റെ കൂടെ മാത്രമല്ല കഞ്ഞീരുടെ കൂടെയും ബെസ്റ്റ് കോമ്പിനേഷനാണ്. ഞാനൊന്ന് കഴിച്ച് നോക്കട്ടെ. ഇത് മൂന്നും അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഒന്നും പറയാനില്ല, അടിപൊളി ടേസ്റ്റാണ്. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കും കൂടെ കമൻറ്റ് ബോക്സിലൊന്ന് മെൻഷൻ ചെയ്യണേ. പറ്റുന്ന പോലെ സന്തോഷമായിട്ടിരിക്കുക. ഇതുപോലെ വേറെ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.